ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു ദിവസം തന്നിട്ടുള്ള പ്രപഞ്ച ശക്തിയോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ലീഡേഴ്സിനും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഈ സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിൽജ, സ്ഥലം രാമനാട്ടുകരയാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ കാരണം ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിലൂടെ തന്നെയാണ്. കാരണം എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് രാമനാട്ടുകരയുള്ള ഷാജി സാറാണ്. ഈ ഒരു അവസരത്തിൽ സാറിനെ ഞാൻ ഈ ഒരു പ്രത്യേക ഒരു നന്ദി, താങ്ക്സ് അറിയിക്കുകയാണ്, എൻ്റെ പേരിലും ടീമിന്റെ പേരിലും. പിന്നെ നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇന്ന് പ്രസന്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയായിട്ടുള്ള നയനാമ്മയുടെയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒരു നഴ്സിംഗ് പ്രൊഫഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിലൂടെ തന്നെയാണ് മാഡം ഇന്നും ഈ ഒരു നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്നു. എല്ലാവർക്കും, ആ ടീമിലുള്ള എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി തന്നെ നമ്മളൊരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിലും മുമ്പതിൽ നിന്നുകൊണ്ടും അതുപോലെ ഒരു വർക്കിനൊക്കെ ഞങ്ങൾ വിളിച്ചാലൊക്കെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളെ കൂടെ ചേച്ചീനെ പോലെ സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടെടുത്തുകൊണ്ട് എന്തൊരു കാര്യത്തിനും ഞങ്ങൾക്ക് വിളിച്ചാലും സംശയം ചോദിക്കാൻ എല്ലാത്തിനും മുൻപതിയിൽ തന്നെയാണ്. അപ്പൊ ആ മാഡത്തിന് നയന മാഡത്തിന് ഈ ഒരു സൂം പ്രോഗ്രാമിൽ നമ്മുടെ ഇന്ന് ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയെ കുറിച്ചും മാഗ്നറ്റിക് തെറാപ്പിനെയും കുറിച്ചാണ് മാഡം ഇവിടെ നമുക്ക് തരാൻ പോകുന്നത്. എല്ലാവരും വളരെ സ്നേഹത്തോട് കൂടി തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധയോട് കേട്ടു നിൽക്കുക. പിന്നെ ഒരു കാര്യം റിക്വസ്റ്റ്, നമ്മുടെ ഇന്ന് മൈക്ക് മ്യൂട്ട് ആണോ എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരും. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇന്ന് നയന മാഡത്തിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഷിൽജ മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. ഷിൽജ മാഡം എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയെങ്കിലും ഞാൻ എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് നൈന, കാലിക്കറ്റ്, തിരുവമ്പാടി. അപ്പം ഇന്ന് ഈ ടോപ്പിക്ക് ഞാൻ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ് മാഗ്നറ്റ് തെറാപ്പിയെ, നമ്മുടെ കമ്പനി എല്ലാം. എങ്കിലും നമ്മളത് ഒന്നുകൂടി എല്ലാവരും കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കാനും ഒന്നറിയാനും വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് തിരഞ്ഞെടുത്തത്. അപ്പം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമില് എത്തിച്ചേർന്ന് നമുക്കറിയാം, ഈ ഒരു 6 AM ക്ലബിൽ അതിരാവിലെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും ഇത്ര ഫ്രഷായിട്ട് ഈ ഒരു സൂമില് നല്ല എനർജറ്റിക്കോട് കൂടി നമ്മുടെ ഓരോ വാക്കുകളും ഓരോ ദിവസവും കിട്ടുന്ന കാര്യങ്ങൾ, അറിവുകൾ അറിയാൻ വേണ്ടി ഇതിൽ കയറിയിരിക്കുന്ന, അതായത് നമുക്കറിയാം ഈ ഒരു 6 AM ക്ലബിൽ കയറിയിരിക്കുന്ന ഓരോ ലീഡേഴ്സും അത്രയും നെഞ്ചോട് ചേർത്ത് നമ്മുടെ കമ്പനിയെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും നമ്മുടെ വലിയൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് ഇതിൽ കയറിയിരിക്കുന്നത്. എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒത്തിരി നന്ദി പറയാണ്. അതേപോലെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കമ്പനിയുടെ വലിപ്പം, അതായത് നമുക്ക് വലിയൊരു നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും, അതായത് ദൈവത്തിന്റെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാർ എത്തിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ കമ്പനിയുടെ MD ആയ ഡോക്ടർ സാഗർ ജോഷി സാറിന് ഒത്തിരി നന്ദി പറയുന്നു. അതേപോലെ ഈ ഒരു കേരളത്തിലേക്ക് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും പ്രൊജക്റ്റും നമ്മളിലേക്ക് എത്തിച്ചു തരികയും നമ്മുടെ കൂടെ ഇന്നും ഓരോ പ്രോഗ്രാമുകള് നമുക്ക് വേണ്ടി അനുവദിച്ചു തരികയും അങ്ങനെ ഓരോ കമ്പനിയുടെ അപ്ഡേഷൻ അപ്പൊ കമ്പനിയിൽ പോവുകയും അത് നമ്മളിലേക്ക് എത്തിച്ചു തന്ന് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുകയും വെറും 10 മാസം കൊണ്ട് 1 കോടി നേടി, ഇപ്പം 4.5 വർഷം കൊണ്ട് 4 കോടി ഏൺ ചെയ്യുകയും ചെയ്തു. അതെങ്ങനെ നേടി, ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഓരോ ദിവസവും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഓരോ ദിവസവും, അതായത് പുതിയതായിട്ട് ഐഡിയ അടിച്ച് വന്ന ആളുകളെ പോലും നമ്മളുടെ സാറിന്റെ അകത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് സാർ ഓരോ പ്രോഗ്രാമുകൾ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എത്ര നെഗറ്റീവായി നമ്മൾ പുറത്തുനിന്ന് കേട്ടാലും അതെല്ലാം ഒരു പോസിറ്റീവിലേക്ക് നമുക്ക് അത് കാരണമാവുന്നുണ്ട്.
അതിനായി നമ്മുടെ കൂടെ നമ്മുടെ മെന്ററും ട്രെയിനറും നമ്മുടെ എല്ലാമായിട്ടുള്ള മനോജ് സാറിന് ഒത്തിരി നന്ദി പറയാണ്. എനിക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ അനുവദിച്ചു തന്ന മനോജ് സാറിനും മിനി മാഡത്തിനും അതേപോലെ എന്റെ കൂടെ ഇന്ന് നിൽക്കുന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒത്തിരി നന്ദി പറയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പനി എത്രത്തോളം വലുതെന്നുള്ളത്. അപ്പൊ നമുക്ക് ആനയ്ക്ക് ആരിപ്പം അറിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്നാൽ ഇതിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കമ്പനി എത്രത്തോളം, ഇതിന്റെ ഇപ്പൊ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെ കൂടെ കുറെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്നും ഈ ഒരു ക്ലബിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പല പ്രോഗ്രാമുകളിലും വിളിച്ചാൽ അവർക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ടീമിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു കാരണത്താലും അതിനുവേണ്ടി ഒരു നല്ല മനസ്സോടും കൂടി നിൽക്കുന്ന ആളുകൾ 6 ക്ലബിലുള്ള എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും. നമ്മുടെ കമ്പനി എന്താണ്, അതായത് കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കാം. ഇപ്പൊ നല്ലൊരു കമ്പനി ആണെങ്കിൽ ആദ്യം ആ കമ്പനി ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് വിളിച്ച് നമ്മുടെ കമ്പനി ഓരോ കാര്യങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്യുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരെ വഴിക്ക് നയിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞതുപോലെ ബൂസ്റ്റ് ഈസ് ദ ബെസ്റ്റ് അല്ലെ, എന്താ പറയാറ്, സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയാറുണ്ട് അല്ലെ. അതേപോലെ ഒരു ബൂസ്റ്റ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു നമുക്കറിയാം ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പ്രോഗ്രാമുകളാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഇന്ന് കമ്പനി BOP എല്ലാ ദിവസവും ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചകളിലും കമ്പനി BOP ഉണ്ടാവാറുണ്ട്. അതേപോലെ എല്ലാ 6 AM ക്ലബ്ബ് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമ്മളെയും നമ്മളെ ടീമിനെയും വിജയിപ്പിക്കാൻ വേണ്ടി ഓരോ പ്രോഗ്രാമുകളാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. ഈ നമ്മുടെ ഈ ഒരു ബയോട്ടോറിയം കമ്പനി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് നോളജ് നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഫീൽഡിലേക്ക് പോകാനും അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ടീമിലേക്ക് കൊടുക്കാനും സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുക, പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഓരോരുത്തരും കയറിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കമ്പനി ഇപ്പൊ പുതിയ ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാണ്, നമ്മുടെ അറിയുന്ന ആളുകൾ ഒന്നുകൂടി കേൾക്കാൻ. നമുക്കറിയാം നമ്മുടെ കമ്പനിയെ പറ്റി ആയാലും നമ്മളെ ബയോമാഗ്നറ്റിസത്തെ പറ്റി ഇഴകേറി ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ സലീം സാറ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, നമുക്കറിയാം സാറിന് ഒത്തിരി നമിക്കുകയാണ് ഞാൻ. കാരണം സാറിന്റെ ഓരോ സയൻസ് കാര്യങ്ങൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനെ പറ്റി അത്രയും സാറ് ഡീപ്പായിട്ട് പഠിക്കാൻ തയ്യാറാവുന്നതെന്ന് മാത്രമാണ്. അപ്പൊ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുക കൂടി സാറ് ചെയ്യുന്നു. ഇപ്പം ബയോമാഗ്നറ്റിസത്തില് നാഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയ കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ പേഴ്സൺ ആണ് നമ്മുടെ എല്ലാവർക്കും പരിചിതനും നമ്മുടെ ട്രെയിനറുമായിട്ടുള്ള നമ്മുടെ മിന്നി സാറ്. സാറ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും നമ്മളെ കൂടെ നിന്ന്, അതായത് ടീം പോലും നോക്കാതെയാണ് സാറ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ എത്രയായാലും നമ്മൾ അതേപോലെ ഇതിൽ തന്നെ ഒത്തിരി ഗ്രേറ്റ് ലീഡേഴ്സ് ഇപ്പം ഷാണ്ട്, അതേപോലെ തന്നെ ഒത്തിരി ഞാനിപ്പോ കാണുന്ന പേരാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ എല്ലാം കഴിവുകളും ഉള്ള ഒത്തിരി ലീഡേഴ്സ് നമുക്കുണ്ട്. അപ്പൊ അവരെല്ലാരും ഈ ഒരു സെയിം ക്ലബിലേക്ക് ദിവസവും ഓരോ ടോപ്പിക്കുമായിട്ട് വരിക, കടന്നു വന്നുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ, അതായത് ഒരു ലീഡർ പറയുമ്പം അവരുടെ ശൈലി ഒരേ ആയിരിക്കാം സംസാരിക്കുന്നത്, പക്ഷെ ഓരോ ആളുകളുടെയും അറിവ് വ്യത്യസ്തമാണ്. അപ്പം അവർ വ്യത്യസ്ത ഒരു കാര്യം തന്നെ ആയിരിക്കാം പറയുന്നത്, അത് വ്യത്യസ്ത രീതിയിലായിരിക്കാം പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു കാര്യങ്ങൾ നമുക്ക് ഓരോ പോയിന്റുകൾ ഈ ഓരോ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ശോഭ മാഡം ഒക്കെ ആയാലും വളരെ എനർജറ്റിക് ആയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ നമ്മളൊക്കെ ശരിക്കും നമ്മൾ ഓരോ ദിവസവും അതൊക്കെ നമുക്ക് എന്താണ് നമ്മളെ പ്രൊഡക്റ്റ് ഗുണമുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ ലീഡേഴ്സിന്റെയും ഈ ഒരു പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനി എന്താണ്, സ്ട്രോങ് ആണോ, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളെ കമ്പനീനെ പറ്റി ചെറിയ രീതിയിൽ ഞാനൊന്ന് പറയാം.
നമ്മുടെ കമ്പനി 2008 സ്റ്റാർട്ട് ചെയ്തത്. ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ അത് ഇപ്പം ഈ ഒരു പറയാറുണ്ട് അല്ലെ, ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ കോവിഡ് വന്ന ഒരൊറ്റ കാരണത്താലാണ് നമുക്ക് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും ഈ ഒരു കമ്പനിയെ പറ്റി നമുക്കറിയാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയാം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന്. അപ്പൊ നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ ചെന്ന് ഒരാളുടെ വേദന മാറ്റുക, ഒരാൾക്ക് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ആരോഗ്യം കൊടുക്കുക എന്ന് പറഞ്ഞത് തന്നെയാണ് അല്ലെ. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം എന്ന് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു ബയോട്ടോറിയത്തിൽ ആരോഗ്യം സർവ്വധനാൽ പ്രധാനം അല്ലെ. അപ്പം അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ, അതായത് നമ്മൾ ഓരോരുത്തരെയും ദൈവം നിയോഗിക്കപ്പെട്ട ആളുകളാണ്. ഈ ബയോട്ടോറിയത്തിൽ ID അടിച്ചതില് വന്ന് വർക്ക് ചെയ്യുന്ന ഓരോ ഗ്രേറ്റ് ലീഡേഴ്സും ദൈവത്തിന്റെ കൃപയാൽ, അതായത് ദൈവം നിയോഗിക്കപ്പെടും. നമ്മൾ പറയാറുണ്ട് ഭൂമിയിലേക്ക് നമ്മളെ അയച്ചപ്പം ദൈവത്തിന് ഓരോ കണക്ക് കൂട്ടലുകളുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ നമ്മളെ മടക്കി വിളിക്കാറുള്ളൂ. അപ്പം നമ്മളെ അയച്ചത് ഇതിനുള്ള ഒരു നന്മ ചെയ്തുകൊണ്ട് ഏതൊരു കുടുംബത്തിനെ എടുത്തു നോക്കി ആരോഗ്യവും സമ്പത്തുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ആ ഒരു ആരോഗ്യവും സമ്പത്തും ഓരോ കുടുംബങ്ങളിലേക്കും കൊടുത്തുകൊണ്ട് വളരെ വലിയൊരു ടീമിനെ ഇവിടെ നയിച്ചുകൊണ്ട് നമുക്ക് അവരെയും വിജയിപ്പിക്കാം എന്ന ഒരൊറ്റ, അത് നമ്മുടെ ഈ ഒരു കമ്പനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ കമ്പനിക്ക് ഒരുപാട് റിവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു അവാർഡാണ് ആയുഷ് കൊറോണ യോദ്ധ അവാർഡ്. അത് ഒരു കമ്പനിക്ക്, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു അവാർഡ് നമ്മുടെ കമ്പനിക്ക് മാത്രം കിട്ടിയ ഒരു അവാർഡ് ആയുഷ് കൊറോണ യോദ്ധ അവാർഡ്. അത് കിട്ടാനുണ്ടായ കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നത് പാലക്കാട് പ്രദേശത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ കമ്പനി 2008 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മുഴുവനായിട്ടും കയറ്റുമതിയായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടാതെ പോയത്. അപ്പൊ കോവിഡ് സമയത്ത് കയറ്റുമതി നിലയ്ക്കുകയും ഇത് നമ്മളെ ആ ഒരു സമയത്ത് നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കമ്പനി വേണ്ടി ഒരു ചാരിറ്റി എന്ന നിലയ്ക്ക് 1000ഓളം പ്രൊഡക്റ്റുകള് ഓരോ കോവിഡ് രോഗികൾക്കും ഓരോ പ്രദേശേക്കും ഇത് സൗജന്യമായി എടുത്ത് ഒരു ചാരിറ്റി എന്ന നിലയിൽ കൊടുക്കുകയും അത് ഉപയോഗിച്ച ആളുകള് കൊറോണ പോസിറ്റീവ് ആയവര് നെഗറ്റീവ് ആവുകയും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആളുകളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ പറ്റി ഒരു സ്റ്റഡി നൽകി. ഇത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണമാണ് മനസ്സിലാക്കിയും ആയുഷ് കൊറോണ അവാർഡ് 2021 കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ആയുഷിന്റെ കീഴിൽ കൊണ്ടുവരികയും അതേപോലെ നാച്ചുറോപ്പതിൽ നമ്മുടെ ആയുഷിന്റെ അടുത്ത് മാഗ്നറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ഈ പ്രൊഡക്റ്റ് ഇന്ന് ലഭ്യമായി തുടങ്ങിയത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾക്കിത് കേരളത്തിലേക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം നമുക്കറിയാം ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അത് ഏറ്റവും വലിയൊരു അവാർഡാണ്. നമ്മുടെ കമ്പനിക്ക് മാത്രം കിട്ടിയ ഒരു അവാർഡാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. പിന്നെ നമ്മുടെ കമ്പനിയുടെ എം ഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. 150ഓളം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഉൾപ്പെടെ 5000-ൽ പരം കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ഇത് കൊടുത്ത ഒരു MD ആണ്. അതുപോലെ പിന്നെ ബയോമാഗ്നറ്റിസത്തില് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഓൺ പ്രോഡക്റ്റ്, നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ, ഓൺ പ്രോഡക്റ്റ് ആണ്, ഓൺ പ്രൊജക്റ്റ് ആണ്. ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ മാത്രം അവകാശം, അതായത് നമ്മുടെ MDയിൽ മാത്രം നിക്ഷിപ്തമായ മറ്റൊരാളുടെ കൈകടത്തലില്ലാത്ത ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഇപ്പം പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ നമുക്കറിയാം അത് പല കാരണങ്ങളാലും വഴിക്ക് വെച്ച് അത് പിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ നമ്മുടേത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്ത് ധൈര്യമായിട്ട് ഇതിൽ പിന്തുടരാൻ സാധിക്കും. നമുക്കറിയാം ഒരു കമ്പനിയെ നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് നമ്മൾ കമ്പനിയിലേക്ക് നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ MD എത്രത്തോളം ആ ഒരു കമ്പനിയെ പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് ആ കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്ത ഓരോ ആളുകൾക്കും എത്രത്തോളം
ഏണിങ്സ് കൊടുത്തുകൊണ്ട് അവരെ ഈ കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഒരു കമ്പനിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇപ്പം ഇടയ്ക്ക് വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ കേട്ടതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഒരു കമ്പനീന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കമ്പനി ഇപ്പൊ ഫീൽഡിൽ പല കമ്പനികളും നമ്മൾ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് പ്രൊഡക്റ്റുകളാണുള്ളത്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഈ ബയോ മാഗ്നറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി മാത്രമാണ് കിട്ടുള്ളൂ. ഒരു ഓൺലൈനിലോ ഒരു സ്ഥലത്ത് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പനിയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിന്റെ കൂടെ നമുക്കറിയാം ബയോ മാഗ്നറ്റ് തെറാപ്പി. ഇന്ന് ഈ ഒരു ബയോ മാഗ്നറ്റ് തെറാപ്പിയുടെ ആവശ്യകത എന്ത്? അതിനെ പറ്റി പഠിച്ചതിന് ശേഷം നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ മുന്നിലിരിക്കുന്ന അറിവുകൾ എന്നെല്ലാം നമുക്കറിയാം, എല്ലാം ഒരു വിരൽ തുമ്പിൽ കിട്ടുന്നുണ്ട്. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും ആ സ്പോട്ടിൽ അവർ ഇരുന്നു കൊണ്ട് നെറ്റിൽ അടിച്ചു നോക്കിയിട്ട് കാര്യങ്ങൾ ശരിയാണോ എന്ന് അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് പോരാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ്, ഞാൻ ചെയ്യുന്ന തൊഴിൽ എന്താണ്, അത് എത്രത്തോളം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, അതിനെപ്പറ്റി നമുക്ക് നോളജ് ഉണ്ടാക്കി നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫീൽഡിലേക്ക് കോൺഫിഡൻസോടെ പോകാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് പല സംശയങ്ങളും നമുക്ക് ഇങ്ങോട്ടുണ്ടാവും. അത് നമ്മൾ ഫീൽഡിൽ പോയാൽ മാത്രമേ, അതായത് ഒരാളുടെ സംശയം ആയിരിക്കില്ല മറ്റൊരാളുടെ സംശയം. അതുകൊണ്ട് നമ്മൾ ഫീൽഡിൽ പോയാൽ മാത്രമേ നമുക്ക് ഈ സംശയങ്ങൾ, ഓരോരുത്തർ ചോദിക്കുന്ന സംശയങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അതിന് നമ്മൾ ഇപ്പൊ കൊടുക്കേണ്ടതും വ്യത്യസ്തമായിട്ടുള്ള മറുപടി ആയിരിക്കാം. പക്ഷെ നമ്മുടേതൊരു സയൻസ് ആണ്. ഈ സയൻസ് എല്ലാ വീടുകളിലും ചെന്ന് നമ്മൾ പറയേണ്ട കാര്യമല്ല. നമ്മളുടെ മുന്നിരിക്കുന്ന കസ്റ്റമറാണോ ഇപ്പൊ അസുഖമായിട്ട് ബുദ്ധിമുട്ടി വേദന കൊണ്ടിരിക്കുന്ന ഒരാളെ അടുത്ത് പോയിട്ട് നമുക്ക് ഒരിക്കലും ഒരു സയൻസ് പറയേണ്ട കാര്യമല്ല. അവരോട് അറിയുന്ന രീതി, അവർക്ക് ഇതേത്തോളം ഗുണം ചെയ്യുന്ന കാര്യം മാത്രമേ നമുക്ക് അന്നപ്പോ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിൽ വേണം നമ്മളെ ഓരോ ഫീൽഡിലേക്കും പോവാൻ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ലീഡേഴ്സിനെയും കൂട്ടി പോവുക. അങ്ങനെ വരുന്ന സമയത്ത് അവരവിടെ നമ്മൾ ഒരിക്കലും ഒരു ഫോൺ നോക്കിയോ അല്ലെങ്കിൽ ഒരു കോള് വന്ന് നമ്മൾ അത് അറ്റൻഡ് ചെയ്യാനോ പാടില്ല. നമ്മളും ആ കൂടെ ഇരുന്ന് ലീഡേഴ്സ് എന്താണോ ഓരോ സംശയങ്ങൾക്കും മറുപടി കൊടുക്കുന്നത്, ഏത് രീതിയിലാണെന്ന് ശ്രദ്ധയോടെ കേട്ട് നമ്മൾക്ക് അവിടെ നിന്ന് നമുക്ക് ഫീൽഡിൽ പോകുന്ന സമയത്തും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കേട്ട് എല്ലാം മനസ്സിലാക്കി പഠിച്ച് അതിനുശേഷം നമ്മൾ ഒറ്റയ്ക്കായിട്ട് തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ. അപ്പൊ ഒറ്റയ്ക്ക് പോവേണ്ട കാരണം നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ടീം വർക്കാണ്. അതുകൊണ്ട് ടീമായിട്ട് തന്നെ പോവുക. അപ്പൊ നമ്മൾ ലീഡർ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വന്ന ആളുകൾക്ക് നമ്മൾക്ക് ഇതേപോലെ നമ്മളുടെ ലീഡർ എന്താണോ ചെയ്തത് അതേ രീതിയിൽ അവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് അവർക്കും നമ്മൾ ചാൻസ് കൊടുക്കുക. ഇപ്പൊ ഈ ഒരു 6 AM ക്ലബിലായാലും ഒരുപാട് കഴിവും കപ്പാസിറ്റിയുള്ള ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. ഓരോ ടോപ്പിക്കായിട്ട് അവരെന്നും നമ്മുടെ കൂടെ ഈ ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഈ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പൊ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പം പൊതുവായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് രോഗങ്ങളൊന്നുമില്ല, ഞാൻ എന്തിന് ഇത് ഉപയോഗിക്കണം എന്നാണ് എല്ലാരും ചോദിക്കാറ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതെനിക്ക് ആവശ്യമില്ല, നിങ്ങൾ അവിടെ കൊടുക്കെന്ന് പറയും. അപ്പൊ എന്താണ് ബയോമാഗ്നറ്റ് തെറാപ്പി? ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട്, നമ്മളെ ലോകത്തിലായാലും ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അലോപ്പതി. ആയുർവേദ അറിയാം, ഒരു ഹോമിയോപ്പതി. ഇത്രയും നമ്മൾ ശരിക്കും നമ്മൾ പൊതുവായിട്ടുള്ള കോമൺ ആയിട്ട് എല്ലാവരും അറിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ഈ ബയോമാഗ്നറ്റ് തെറാപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ഇതിനെപ്പറ്റി ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇതെന്തിന് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ ഡോക്ടർ, നമുക്കൊരു രോഗം വന്നാൽ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടാൽ പോരെ, നമുക്ക് ആ മരുന്ന് കുടിച്ചാൽ പെട്ടെന്ന് മാറും, കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലായാലും ഒരുപാട് ട്രീറ്റ്മെന്റ് രീതികളുണ്ട്. അലോപ്പതി, ആയുർവേദം, പ്രകൃതി ചികിത്സ, മഡ് തെറാപ്പി, അതേപോലെ അതിൽപ്പെട്ട ഒന്നാണ് ബയോ മാഗ്നറ്റ് തെറാപ്പി. അപ്പം ബയോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് പീരിയോഡിക് ടേബിളിലെ 60ാമത്തെ മൂലകായ നിയോഡൈമിയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്തിന് നമ്മൾ ഉപയോഗിക്കണം, ഇത് രോഗമുള്ള ആളുകളാണോ
ഈ തെറാപ്പി ചെയ്യേണ്ടത്? അപ്പൊ നമ്മളൊക്കെ ഇപ്പം ഫിസിയോതെറാപ്പി ഒക്കെയാണ് കേട്ടത് അല്ലെ? അപ്പൊ അതൊരു തെറാപ്പി ചെയ്യണേ നമുക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ടിട്ട് ഫിസിയോതെറാപ്പി ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് ഒരു മാഗ്നറ്റ് തെറാപ്പി എന്ന് പറയുമ്പം എനിക്ക് അസുഖമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പൊ ഒരു അസുഖവും ഇല്ലാത്ത ആളുകൾ ആദ്യം നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ്. അത് എന്തിന് എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കാൻ നിർബന്ധമായിട്ടും നമ്മൾ വാങ്ങണം, ഉപയോഗിക്കണം. അത് കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ചിലപ്പം ഉള്ളിൽ രോഗങ്ങൾ ഉണ്ടാവാം, അത് നമ്മളെ അറിയാതെ പോകുന്നതായിരിക്കാം. അതിന്റെ സയൻസ് ആൻഡ് സിംറ്റം പുറത്ത് കാണിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഉള്ളിലുണ്ട്, അറിയുന്നില്ല. അതെ, അപ്പം നമ്മൾ എന്താ പറയുക, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പം അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും രോഗമുണ്ട്, മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് അവര് നിർബന്ധമായിട്ടും നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങണം, ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ബയോ മാഗ്നറ്റ് തെറാപ്പി, നമ്മുടെ ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പം രോഗമില്ലാത്ത ആളുകൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, രോഗമുള്ള ആളുകൾക്ക് അത് മാറാനും കുറയാനും സഹായിക്കുന്നു. അപ്പൊ നമ്മളൊരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കാരണം നമ്മളോട് ഡോക്ടേഴ്സ് ഒക്കെ നടക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും നമ്മളോട് എന്താ പറയാ, നമ്മളിത് ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വാക്ക് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പറയും ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത്? നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ സാധ്യമാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ചെരുപ്പിടാതെ നടക്കണം, നമ്മൾ വീട്ടിലെ കിണറിൽ നിന്ന് പിന്നെ അതേപോലെ ഈ പാള ബക്കറ്റൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതേ രീതിയിൽ മോട്ടർ ഒന്നും അടിക്കാതെ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനും ചെരുപ്പിടാതെ നടക്കാനും, നമ്മുടെ ഭക്ഷ്യ സാധനങ്ങൾ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശീലങ്ങള് പഴയ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ ബയോമാഗ്നറ്റ് തെറാപ്പിയുടെ ആവശ്യമില്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു തിരക്കിട്ട ജീവിതത്തില് ആർക്കും തന്നെ ഒരിക്കലും നമുക്ക് അറിയാവുന്നതാണ്, ഒരിക്കലും ചെരുപ്പ് ഉപയോഗിക്കാത്തൊരു ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അപ്പൊ നമ്മൾ എന്തിന് ഇത് ഉപയോഗിക്കണം? അപ്പൊ ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട്, നടക്കാൻ പറയാറുണ്ട്. അപ്പൊ നടക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ പ്രഷർ പോയിന്റിൽ ഈ ഒരു ബയോ മാഗ്നറ്റിക് എനർജി നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് നമ്മളോട് നടക്കാൻ പറയുന്നത്. പക്ഷെ നമ്മൾ നടക്കുന്ന രീതി എന്താണ്? എല്ലാവരും ഷൂവും സോക്സും ഇട്ട് നടു റോട്ടിൽ കൂടിയാണ് നടക്കുന്നത്. അപ്പൊ അതൊരു കാരണം. പിന്നെ മറ്റൊന്ന് നമ്മളോട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, വെള്ളം കുടിക്കണം നല്ല. ഇപ്പൊ കിഡ്നി രോഗിയൊന്നും അല്ലാത്ത ഒരാളോട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നല്ല പോലെ വെള്ളം കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഡോക്ടറോട് പറയുന്നത്? ഞാൻ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ ഒരു പഞ്ചായത്തിൽ 100 വീടുണ്ടെങ്കിൽ ആ 100 വീട്ടുകാരും നിർബന്ധമായിട്ടും നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങണം, ഉപയോഗിക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും ഡൈനിങ് ടേബിളിന്റെ മേശപ്പുറത്ത് ഈ ഒരു മാഗ്നറ്റ് പാഡ് ചുറ്റിയ വാട്ടർ എനർജി പാഡ് ചുറ്റിയ വെള്ളം നിർബന്ധമായിട്ടും ഓരോരുത്തരുടെയും ഡൈനിങ് ടേബിളിന്റെ മേശപ്പുറത്ത് വേണം. അതിന്റെ കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ഒരു വെള്ളത്തിന്റെ കട്ടി, നമ്മൾ എപ്പോഴും ഒരു വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ, സാധാ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്മാത്രകൾ കൂട്ടം കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്മാത്രകൾ കൂട്ടം കൂടിയിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിന് കട്ടി കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ വെറും 200 മില്ലി മാത്രമേ നമ്മുടെ ശരീരകോശങ്ങൾ ആഗിരണം ചെയ്യുന്നുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ ഈ ഒരു ബയോ മാഗ്നറ്റ്, അതായത് വാട്ടർ എനർജി പാഡ് ചുറ്റിയ വെള്ളം കുടിക്കുന്ന സമയത്ത് 15 മുതൽ 20 മിനിറ്റ് നേരം നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം അത് കുടിക്കാൻ അനുയോജ്യമാണെങ്കിൽ മാത്രം പച്ചവെള്ളം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. നമ്മൾ എല്ലാ വീട്ടിലും പോയിട്ട് പച്ചവെള്ളം കുടിക്കണം എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അവരോട് പറയുന്നത്, നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ശുദ്ധജലം ഏതാണോ അതെടുക്കാം. കാരണം പിന്നെ കോളനികളൊക്കെ അടുത്തുള്ളതൊക്കെ, അടുത്തടുത്ത വീടൊക്കെ ഉണ്ടായാൽ നമുക്ക് ഒരിക്കലും പച്ചവെള്ളം കുടിക്കണം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ പച്ചവെള്ളം നമ്മൾ എന്തിനു കുടിക്കണം എന്നുള്ളത് നമുക്ക് അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അവര് പച്ചവെള്ളം കുടിക്കും. അപ്പൊ നമ്മളൊക്കെ 2-2.5 വർഷത്തോളമായി പച്ചവെള്ളം തന്നെയാണ് കുടിക്കുന്നത്. അപ്പൊ നമ്മൾ ആ പച്ചവെള്ളത്തിലാണ് ഓക്സിജൻ കണ്ടന്റ്, മിനറൽസ് ഉള്ളത്. അതൊക്കെ നമ്മുടെ ബോഡീനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? തിളപ്പിച്ച അണുക്കളെ നശിപ്പിക്കാം എന്ന ഒരൊറ്റ കാരണത്താൽ ജീവനെ കൂടി കൊന്നിട്ടാണ് നമ്മൾ ആ വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ടാണ് ശുദ്ധമായ ജലത്തിലാണ് ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് അത് വളരും.
ഒരു തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് കഴിഞ്ഞ് അത് ചത്തുപോകുന്നത് അതുകൊണ്ടാണ്. അപ്പം നമുക്കുള്ളിലുള്ള ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് നടക്കണം. നമുക്കറിയാം ടോക്സിൻസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടിയേ തീരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ഈ ഒരു വെള്ളം തന്നെ, അതായത് നമ്മളുടെ ഈ ഒരു മാഗ്നറ്റ്, അതായത് നമ്മുടെ ശുദ്ധമായ പച്ചവെള്ളം 1 ലിറ്ററിന്റെ ചില്ല് ബോട്ടിൽ തന്നെ വേണം. ആ ചില്ല് ബോട്ടിൽ ചുറ്റി വെച്ചതിന് ശേഷം 15-20 മിനിറ്റ് നേരം നമ്മൾ അത് കുടിക്കുക. അത് നമുക്കറിയാം അതിന്റെ തന്മാത്രാ കൂട്ടങ്ങളെ വിഘടിപ്പിച്ച് വെള്ളത്തിന് കട്ടി കുറയ്ക്കുന്നു. അതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ 800 മില്ലി നമ്മുടെ ശരീര കോശങ്ങൾ ആഗിരണം ചെയ്യുന്നു. 200 മില്ലി മാത്രമേ നമ്മുടെ സ്വെറ്റിലൂടെയും യൂറിനിൽ കൂടെയും മോഷനിൽ കൂടെയും പുറന്തള്ളപ്പെടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേപോലെ നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം നമുക്ക് ഈ 2030 ആവുമ്പോഴത്തേക്ക് അറ്റാക്ക്, സ്ട്രോക്ക്, കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുന്നൊക്കെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിന് പ്രതിവിധിയായിട്ട് ഇന്ന് ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്കറിയാം ഒരാൾ കുഴഞ്ഞു വീണിട്ടുണ്ട്, ബ്ലഡ് ക്ലോട്ട് ആയിട്ടാണ് മരിക്കുന്നത്. ഇന്ന് തന്നെ ലോകത്തിൽ എവിടെയും ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ ഒരു മെഡിസിനും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അത്രത്തോളം നമ്മുടെ ഈ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മൾ കയ്യിൽ കെട്ടുന്ന സമയത്ത് നമ്മളെ ഓൾ ബോഡി ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാണ്. അപ്പൊ റിസ്റ്റ് ബാൻഡിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മൾ എന്തിന് നമ്മൾ ഇപ്പൊ ചില ആളുകൾ നമ്മൾ കയ്യിൽ കെട്ടുന്ന ഒരു പരിഹാസ രൂപേണയാണ് നമ്മളൊക്കെ ഇതിനെ പറ്റി അറിവില്ലാത്ത ആളുകൾ കാണുന്നത്. അപ്പൊ എന്തിന് ഞങ്ങൾ ഇത് കയ്യിൽ കെട്ടണം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇത് നമുക്കറിയാം സെക്കൻഡ് പ്രഷർ പോയിന്റ് ആണ് റിസ്റ്റ്. ആ റിസ്റ്റിൽ നമ്മൾ ഈ ഒരു കെട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള RBC, റെഡ് ബ്ലഡ് സെൽസുകൾ കൂട്ടം കൂടി ഒഴുകുന്ന ഒരു പ്രവണതയാണുള്ളത്. അപ്പൊ നമ്മൾ ഇത് ശരീരത്തിൽ കൂട്ടം കൂടി ഒഴുകുന്ന സമയത്ത് ബ്ലഡ് വെസൽ കൂടി ഒഴുകുമ്പോൾ അവിടെ സ്ട്രോക്ക്, അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളിത് സെക്കൻഡ് പ്രഷർ പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡിനകത്തുള്ള 4 ഗ്രാമോളം വരുന്ന മൈക്രോ അയൺ കണ്ടന്റും ഈ ഒരു മാഗ്നറ്റ്, അതായത് നമുക്കറിയാം നിയോഡൈമിയും മാഗ്നറ്റും തമ്മിൽ ഒരു പുഷ് പുൾ എഫക്ട് നടത്തുകയും ഈ കൂട്ടം കൂടി ഒഴുകുന്ന ബ്ലഡ് സെൽസുകളെ സെപ്പറേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ ആക്കുകയും അപ്പം ബ്ലഡ് വെസലിൽ കൂടി ഒഴുകുന്ന സമയത്ത് അത് ഈസി ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ അറ്റാക്ക്, സ്ട്രോക്ക്, കുഴഞ്ഞു വീണ് വരണം അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് കയ്യിൽ കെട്ടിയത് കൊണ്ട് അറ്റാക്കോ, സ്ട്രോക്കോ, കുഴഞ്ഞു വീണോ മരണോ സംഭവിക്കില്ല എന്നല്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു സമയം കിട്ടുന്നുള്ളതാണ്. എന്റെ അച്ഛൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 3 ബ്ലോക്കും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതായിരുന്നു. കറക്റ്റ് 2 വർഷമായിട്ട് അച്ഛൻ ഇത് റിസ്റ്റിൽ കെട്ടിയത് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഞങ്ങൾ 3 മാസം മുമ്പ് മെഡിക്കൽ കോളേജിൽ പോയി എല്ലാ ചെക്കപ്പും നടത്തിയപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ നിന്ന് അച്ഛനോട് പറഞ്ഞത്, നിങ്ങളെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതാണ്, ഇത് കയ്യിൽ നിന്ന് അഴിച്ചേക്കരുത് എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അച്ഛന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ സമയത്ത് 15 ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവിടുന്ന് വീണ്ടും പിന്നെ 5 ഗുളികയിലേക്കാക്കി ചുരുക്കി. ഈ 5 ഗുളിക അച്ഛൻ ആജീവനാന്തം കുടിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പൊ അവിടുന്ന് ഇപ്പൊ അച്ഛൻ പൂർണ്ണമായിട്ടും ഈ ഒരു മാഗ്നറ്റ് 2 വർഷമായിട്ട് ഉപയോഗിച്ചത് മൂലം അച്ഛനുള്ള എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പൊ ഒരൊറ്റ ഗുളിക പോലും കഴിക്കുന്നില്ല. അത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ്. അപ്പൊ എത്രത്തോളം ദൈവത്തിന്റെ, അതുകൊണ്ടാണ് നമ്മൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നത് ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ളതാണ് എന്ന്. പിന്നെ നമ്മൾ സമൂഹത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അധികം ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ ഗുണം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫോളോ അപ്പ് കൊടുക്കുന്ന സമയത്തായിരിക്കും അവൾ വീണ്ടും വീണ്ടും നമ്മൾ പറയുമ്പോൾ അത് അവർ കേൾക്കുന്ന സമയത്ത് അവർ വീണ്ടും ഉപയോഗിക്കും. അപ്പൊ ഫോളോ അപ്പ് കൊടുക്കാതെ കുറെ പേര് ഇതൊരു വിറ്റഴിച്ചിട്ട് പോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് ചില വീടുകളിലൊക്കെ ഇതിന് ഗുണമല്ല, ഞങ്ങൾ മാറ്റി വെച്ചു എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അവരെ കൊണ്ട് അത് എടുത്ത് ഉപയോഗിപ്പിച്ച് ഇതിന്റെ ഗുണം നല്ലതാണ് എന്ന് പറയുമ്പോൾ അവരത് വാങ്ങാനും കറക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറാവും. അങ്ങനെ അവരെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഉപയോഗിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആളുകൾ പറയാറുണ്ട് ഇതിന് വില കൂടുതലാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ഒരു വില എന്ന് പറയുന്നത് അധികമല്ല എന്നുള്ള വാങ്ങി ഉപയോഗിച്ച നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു വില എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു അവയവം, അത് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിയ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനൊരു കവർ ഇടുകയാണ് ചെയ്യുന്നത്.
അത് പൊട്ടിപ്പോവാതിരിക്കാൻ അത്രത്തോളം നമ്മൾ അത് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും കോടിക്കണക്കിന് നമ്മളുടെ ഓരോ അവയവത്തിനും കോടികളുടെ വിലയുണ്ട്. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു വെൽനസ് പ്രൊഡക്റ്റ് ആണ്. അസുഖമുള്ള ആളുകൾക്ക് മാത്രമല്ല, അത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് അനിവാര്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് അവര് നമ്മളോട് പറയുന്നത് ഇനി വില അധികമാണ് എന്നാണ് പറയാറ്. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്രയും നല്ലൊരു, കാരണം നമ്മളിത് നമ്മളുടെ ഒരു അസുഖം വന്നാൽ ഈ ഒരു 10,000-10,000 കൊണ്ടോ നമുക്ക് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് സാധ്യമല്ല. അതേ സ്ഥാനത്ത് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കോടികൾ പറഞ്ഞാലും ആ കറക്റ്റിൽ നമ്മൾ പൈസ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ രോഗം വന്നിട്ടല്ല ആളുകൾ മരിക്കുന്നത്, രോഗത്തിനുള്ള മരുന്ന് കഴിച്ച് അതിന്റെ സൈഡ് എഫക്റ്റ് മൂലമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 30 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ ഇന്ന് ഒരു മെഡിസിന്റെ പെട്ടിയായിട്ടാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത്. അതേ സ്ഥാനത്ത് പണ്ട് കാലങ്ങളിലൊക്കെ 60 വയസ്സിന് മുകളിലോട്ട് ഒരു വെറ്റിലച്ചെല്ലുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു സമൂഹം 30 വയസ്സാവുമ്പോഴത്തേക്കും ഒരു വലിയൊരു പെട്ടി ഗുളികയായിട്ടാണ് അന്നത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പൊ അത്രയ്ക്കും ആ ഒരു മെഡിസിനും കാര്യങ്ങളും ഇന്നത്തെ ആ ഒരു മെഡിസിന്റെ ഉപയോഗ സൈഡ് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എഴുതിത്തരുന്ന ഡോക്ടേഴ്സിന് അറിയാം ഈ ഗുളികയ്ക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറിയാം ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, വാങ്ങി കഴിക്കുന്ന നമുക്കും. പക്ഷെ നിവൃത്തികേട് കൊണ്ട് നമ്മളുടെ അസുഖം മാറണം എന്ന ഒരൊറ്റ കാരണത്താൽ ആ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടേഴ്സിനോ ഒരു സ്ഥാപനത്തിനോ നമ്മൾ എതിരല്ല. നമുക്കിവിടെ ഹോസ്പിറ്റലുകൾ വേണം, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് വേണം, ICU വേണം, വെന്റിലേറ്റർ വേണം. അതെല്ലാം നമ്മൾ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക. ദിവസവും നമ്മൾ ഒരു രോഗത്തിന് മരുന്ന് കുടിച്ച് മറ്റൊരു രോഗിയായി മാറുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഇതിൽ ഇരിക്കുന്ന നമ്മളെ ദൈവം നിയോഗിക്കപ്പെട്ട ആ ഒരു ദൗത്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാം. പിന്നെ നമുക്കറിയാം നമ്മുടെ കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണുള്ളത്. അപ്പം പല സ്ഥലത്തു നിന്നും നമ്മൾ ഓരോ ദിവസവും നമ്മൾ നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കാനും നമ്മുടെ കമ്പനിയെ പറ്റി അറിയാനും തയ്യാറായാൽ മാത്രമേ നമുക്ക് പുറത്തു നിന്ന് കേൾക്കുന്ന നെഗറ്റീവിനെ റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ നമ്മളുടെ മൈൻഡ് എപ്പോഴും എന്താണ്, അത് ശരിയാണോ, നമ്മൾ കേട്ടത് ശരിയാണോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും മനോജ് സാറ് ഓരോ സമയത്തും നമ്മുടെ കമ്പനിയുടെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ബോംബെയിൽ പോയി നമ്മുടെ കമ്പനി MD നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി നമ്മളുടെ അടുത്ത് വന്ന് ഓരോ ദിവസവും കമ്പനിയിൽ നടക്കുന്ന അപ്ഡേഷൻ അപ്പപ്പോ അറിയിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ കൂടെ നിന്ന് ഈ കമ്പനി സ്ട്രോങ് ആണ് എന്ന് നമ്മളോട് ഓരോരുത്തരോടും എന്നും രാവിലെ സാർ ഇതിനകത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഡൗട്ടാണ്, ഇത് ശരിയാണോ, ഈ കമ്പനി ഇനിയും മുന്നോട്ട് പോവുമോ, ഇത് ഇടയ്ക്ക് വെച്ച് തളർന്നു പോവുമോ എന്നെല്ലാം. പക്ഷെ 1,00,000 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ നമ്മുടെ കമ്പനി ഇന്ന് 1,50,000 സ്ക്വയർ ഫീറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ കമ്പനിയുടെ വളർച്ചയാണ് കാണിക്കുന്നത്. ആദ്യം ഒരു ബയോമാഗ്നറ്റ് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് 100ഓളം പ്രൊഡക്റ്റുകൾ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 10,000-3000ഓളം പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ ഓരോ വളർച്ചകളുമാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻകം, നമുക്ക് ഓരോ ദിവസവും പഴയ ഇൻകം എന്ന് പറഞ്ഞാൽ വെറും ഫാമിലി ബോണസ് 5,025 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ 5,025-ൽ നിന്ന് നമുക്ക് ഒരുപാട് കോടീശ്വരന്മാരെ, മനോജ് സാർ അടക്കമുള്ള ഒരുപാട് കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് 5,025-ന്റെ സ്ഥാനത്ത് 6,820 രൂപ ഫാമിലി ബോണസ് ആക്കിയിട്ടുണ്ട്. അതൊരിക്കലും കമ്പനി കുറച്ചിട്ടില്ല, ഇന്ന് കൂട്ടിയിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ കമ്പനി ഓരോ അപ്ഡേഷനും നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ടീമിനും നമ്മളിലേക്ക് വരുന്ന ഓരോ മാറ്റത്തിന് വേണ്ടി തന്നെയാണ്. നമുക്ക് വരുമാനം കൂട്ടിത്ത
തന്നുകൊണ്ട് ഈ കമ്പനിയെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇവരുടെ നിലനിൽപ്പ് ഉണ്ടാവണം, അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം. നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും തന്നെയാണ് നമ്മൾ ഈ ബയോട്ടോറിയം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇത് എം ഡിക്ക് അറിയാം. അപ്പൊ ഒരിക്കലും നമ്മളെ കൈവിടാതെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു MD ആണ് നമുക്ക് നമ്മുടെ കമ്പനിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എത്രത്തോളം ഇൻകത്തിലേക്ക് മാറ്റാൻ സാധിക്കും, എത്രത്തോളം ഗ്രോത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഓരോ ദിവസവും പഠിച്ചതിന് ശേഷമാണ് ഓരോ അപ്ഡേഷനും നമ്മളെ കമ്പനിയിൽ കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾക്ക് വരുമാനമില്ല കുറെ ലീഡേഴ്സ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വരുമാനം ഇല്ലാത്തത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ ടീമിനോട് ചോദിക്കുക. കാരണം ഇവിടെ നമുക്ക് കമ്പനി നമ്മുടെ MD തരാൻ തയ്യാറാണ്. ഇന്ന് കോടികൾ 161 കോടി വരെ നമുക്ക് ഇന്ന് തരുന്നുണ്ട്. പക്ഷെ അത് വാങ്ങിയെടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇവിടെ പണിയെടുക്കുന്ന ഏതൊരാൾക്കും പൈസ ഉണ്ട്. നമ്മൾ വീട്ടിൽ ഇരുന്നാൽ ഒരാൾക്കും നമുക്ക് കമ്പനീന്റെ MD പൈസ വീട്ടിലോട്ട് അയച്ചു തരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഈ കമ്പനിയിൽ എത്രത്തോളം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മളുടെ കമ്പനിയിൽ വരുന്ന ഓരോ അപ്ഡേഷൻ മനോജ് നമ്മളിലേക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അത് നമ്മുടെ ടീമിനെ വിളിച്ച് അവർക്ക് ഈ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് ഇതിന്റെ ഓരോ കാര്യങ്ങളും, ഇപ്പൊ നമുക്കറിയാം ബൈനറി ആവുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡും നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ജീനിയസ് ആയാലും വിന്നർ ആയാലും ഒരു സൈഡ് ഒരു ലീഡർ നല്ല പോലെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് കരുതിയാൽ എന്ത് ചെയ്യും? അധിക ലീഡേഴ്സ് ആ ഭാഗം നോക്കാതെ പവർ സൈഡ് മണി സൈഡ് എന്ന് പറഞ്ഞിട്ട് അവർ വർക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതല്ല വേണ്ടത്. നമുക്ക് രണ്ട് കണ്ണ് രണ്ട് കാല് എന്ന് രണ്ട് കൈ ഉള്ളതുപോലെ തന്നെ നമ്മളുടെ ടീമും രണ്ട് കൈയും കാലും ഉള്ള ആ ഒരു നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നോ അതേ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ കമ്പനി നമ്മൾ കേൾക്കുന്നതല്ല സത്യം, കാണുന്നതാണ് സത്യം എന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം. ഇപ്പം ജൂൺ മാസം ആയാൽ നമ്മളൊക്കെ മനോജ് സാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കമ്പനി വിസിറ്റ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉള്ള ആളുകൾ ഇത് വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് നേരിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനവും കാര്യങ്ങളും കമ്പനി വിസിറ്റ് ചെയ്ത് ഇത് സത്യമാണോ, കേൾക്കുന്നത് സത്യസന്ധമായിട്ടാണോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുക. കാരണം ഓരോ ദിവസവും ഇന്നിപ്പം നമ്മൾ വിട്ടിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് മോശമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഇൻകത്തിൽ കുറവ് കാണിക്കണം, തന്നുകൊണ്ടിരുന്ന ഇൻകം MD തരാതിരിക്കണം, അല്ലെങ്കിൽ ഇപ്പം ആർക്കെങ്കിലും നമുക്ക് വിചാരിച്ച ആ ഒരു ഇൻകം കിട്ടാതിരിക്കണം. അങ്ങനെ വരുന്ന സമയത്താണ് ഓരോരുത്തരും കമ്പനി വിട്ടിട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അത്രയും നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്. നമുക്ക് ഓരോ ദിവസവും ഇൻകം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ നോക്കിയാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കമ്പനിയുടെ കൂടെയും ഈ മനോജ് സാർ എന്ന നമുക്കറിയാം നമ്മളുടെ കൂടെ നമ്മളെ വിജയിപ്പിക്കാൻ നമുക്ക് ഓരോ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞു തരികയും നമ്മുടെ കൂടെ നിൽക്കുകയും സാറിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു കമ്പനിയിൽ നമ്മൾ എല്ലാവരും വിജയിക്കാൻ വന്ന ആളുകളാ, ഇൻകം വാങ്ങാൻ വേണ്ടി വന്ന ആളുകളാ. അപ്പൊ കമ്പനി ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഞങ്ങൾക്ക് വരുമാനം കുറവാണ്. അതൊരിക്കലും പറയാനും പാടില്ല. കാരണം വരുമാനം കുറവാണെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ മാത്രമാണ്. അപ്പൊ നമ്മൾ നല്ല പോലെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യണം, സമൂഹത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഒരു വിജയം അവ നമുക്ക് നേടി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടും എന്ന് പറയല്ല, കിട്ടി എന്ന് നമുക്ക് മനോജ് സാർ ഇവിടെ പ്രൂവ് ചെയ്ത് തന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നല്ലൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സർവശക്തിയും മനോധൈര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പവർഫുൾ ലീഡർ അല്ലേ? താങ്ക് യു നയന മേഡം. നമ്മുടെ കമ്പനിയെ കുറിച്ചും അതുപോലെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് മേഡം സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. പുതിയ ആളുകൾക്കും കൂടി ഒന്നുകൂടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം എന്റെ പേര് ഷിൽജ, സ്ഥലം രാമനാട്ടുകയാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ കാരണം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. എനിക്ക് എന്റെ വിളിക്കും ആരോഗ്യ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. വളരെ ഒരു വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്.
കാരണം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, നിർബന്ധപ്രകാരം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ഒരു ദിവസം കൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഒക്കെ ശ്വാസം മുട്ടല്, അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടവിട്ട പനികള് ഒക്കെ, ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെയാണ് ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഗ്രേഡ് ലീഡർ ആയിട്ടുള്ള ഷാജി സാറിന് ഒരു പ്രത്യേക താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിയതും നമ്മുടെ MD സാഗർ ജോഷി സാറാണല്ലോ. സാറിന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേക ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു ക്ലോസിംഗ് സെക്ഷനിലെ നമുക്ക് ഇന്നും ഒരു മോട്ടിവേറ്ററും അതുപോലെ പോസിറ്റീവായിട്ടുള്ള വാക്കുകളും ഓരോ അനുഭവത്തിലൂടെ നമുക്ക് പങ്കുവെച്ചും കൊണ്ട് എന്നും നമുക്ക് ഒരുപാട് ദിവസങ്ങൾ, ഒരു 10-20 ഒരു അരമണിക്കൂറോളം നമുക്ക് നമ്മളെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള, കാരണം സ്വന്തം അനുഭവങ്ങളാണ് അല്ലെ സാറ് എന്നും നമുക്ക് ഷെയർ ചെയ്യാറുള്ളൂ. കാരണം നമുക്കത് ഒരു ദിവസം കേൾക്കാതെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായി. നമ്മൾ എന്നും 6 മണിക്ക് 6 മോർണിംഗ് അല്ലെ, നമുക്ക് ആ ഒരു എനർജറ്റിക് ആണ്. കാരണം ബൂസ്റ്റ് ഒക്കെ കുടിക്കുന്നത് പോലെ തന്നെയാണ് സാറിന്റെ ഓരോ വിലപ്പെട്ട വാക്കുകളും. കാരണം എന്നും ഞാൻ കേറാറുള്ളതാണ്. കാരണം അതും ഞാൻ എടുത്തു പറയാൻ പോവാ. കാരണം എന്ന് കേറിയ, പക്ഷെ എന്നെ ആർക്കും അറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ഈ ഒരു സോമിലുള്ള ലീഡേഴ്സിനെ അറിയുന്ന, മിനി മാമിനും അതുപോലെ ഗീത മാമിനും അതുപോലെ അഭിലാഷ് സാറ്, യുനൈസ് സാറ്, സലീം സാറിന്റെ നയനമ്മയുടെ എടുത്തു പറഞ്ഞു കേട്ടോ. കാരണം ഞാനൊക്കെ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കാറുള്ള, സലീം സാറൊക്കെ ഇങ്ങനെ പവർഫുൾ ആയിട്ട് സംസാരിക്കും, ഞാനൊക്കെ എന്തിനു പറ്റും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതുപോലെ കുട്ടിയമ്മ ഒക്കെ. കാരണം നമ്മളൊക്കെ സംസാരിക്കാൻ കഴിവുള്ളവരായാലും കൂടി നമ്മൾ പുറകിൽ ഇങ്ങനെ പോയി നിൽക്കുക. എപ്പോഴും നയനമ്മയുടെ എന്നോട് പറയാറുള്ള, കർട്ടന്റെ പുറകിൽ ഇരിക്കരുത്, മുന്നോട്ട് വന്നിട്ട് സംസാരിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളെ കുറിച്ചുള്ള പോരായ്മകൾ നമ്മൾ തന്നെ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഇന്നും ഞാനത് ചിന്തിക്കുകയായിരുന്നു കേട്ടോ, നയനമ്മയുടെ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട്. അപ്പൊ നമ്മൾ ഓരോ പോരായ്മകളും നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രത്യേക താങ്ക്സ്. എന്നെ അറിയില്ല, ആർക്കും എന്നെ അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് എല്ലാവരും അറിയും. ഒരു സൂമില് 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് സൂം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ ചേച്ചിയുണ്ട് എൻ്റെ കൂടെ. അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ ടീമിനെ, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എല്ലാവർക്കും പ്രത്യേക ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. ഞങ്ങളെ കൂടെ ഉള്ള ലീഡേഴ്സും ഉണ്ട് കേട്ടോ, പ്രീതി മാഡം, അതുപോലെ സായി സാറ്, മഞ്ജു മാഡം, അങ്ങനെ അമ്പിളി മാഡം, ഒരുപാട് ലീഡേഴ്സ് എൻ്റെ കൂടെ ടീമിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ് ആണ്. എല്ലാരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേക ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. വീണ്ടും നമ്മുടെ ഈ ഒരു ക്ലോസിംഗ് സെഷനിലേക്ക് ഞാൻ നമ്മുടെ മനോജ് സാറത്ത് പുലത്തറ നമുക്ക് ഈ ഒരു കേരളത്തിലേക്ക് ഈ ഒരു അവസരം, ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചത് സാർ തന്നെയാണ്. സാറിനെ ഞാൻ ഈ ഒരു വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഷിൽജ മാഡം. താങ്ക് യു സോ മച്ച്. അടിപൊളി MC ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് MC ചെയ്യുന്നത്. വളരെ അടിപൊളിയായിരുന്നു. 100-ൽ 100 മാർക്ക് തരികയാണ് കേട്ടോ. അടുത്ത ദിവസം പ്രസന്റ് ചെയ്യാൻ വരിക. ഇതേപോലെ എല്ലാവർക്കും അവസരമുണ്ട്. ഇതിനകത്ത് ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളെ ലീഡേഴ്സ് ആയിട്ട് ബന്ധപ്പെടുക, എന്നെ വിളിക്കുക. നിങ്ങൾക്കുള്ള അവസരമാണ് ഇവിടെ തരുന്നത്. ഈ അവസരങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അച്ചീവേഴ്സ് ആയിട്ട് മാറുന്നത്. അതാണ് ആരൊക്കെയാ ദൈവ അവസരങ്ങളാണ് തരിക നമുക്ക്. ലബോറട്ടറി എന്ന് പറഞ്ഞ ഒരു അവസരം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നു, പരിചയപ്പെടുത്തി, അത്രേ ഉള്ളൂ. അത് പരിചയപ്പെടുത്തിയപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു. ഞാൻ കഠിനാധ്വാനം ചെയ്തു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലീഡർക്ക് പോലും കിട്ടാത്ത രീതിയിൽ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി സാധിച്ചത് ഞാനിത് നെഞ്ചിലേറ്റി, ഹൃദയത്തിലേറ്റി, സത്യസന്ധമായി ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഇത് നെഞ്ചിലേറ്റി പ്രവർത്തിക്കുക. നിങ്ങൾ മുകളിലോട്ട് നോക്കണ്ട, സൈഡിലേക്ക് നോക്കണ്ട, ജീനിയസിലേക്ക് നോക്കണ്ട, വിന്നേഴ്സിലേക്ക് നോക്കണ്ട, ഒന്നും നോക്കണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾ അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. എന്തായാലും അടിപൊളി പ്രസന്റേഷൻ ആണ് നമ്മളെ നൈന മാഡം ഇന്ന് നടത്തിയത്. ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ കുറിച്ച്, ഫീൽഡിൽ ഉണ്ടാകുന്ന എന്തിനാണ് ഇതെനിക്ക് ആവശ്യമില്ലല്ലോ, രോഗമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഇത് രോഗത്തിനുള്ള ചികിത്സയോ മരുന്നോ ആയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. ഇത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ല നമ്മൾ, അല്ലെ? അതുപോലെ നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. കുഴഞ്ഞു വീണ് മരണങ്ങളും സ്ട്രോക്കും അറ്റാക്കും 2030 വേൾഡിൽ 50 ലക്ഷം ആളുകളെ ഈ ഭൂമിയിൽ നിന്ന് നാമാവശേഷമാക്കുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠന റിപ്പോർട്ടുകളുണ്ട്.
ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് പല സ്ഥലത്തും കൊച്ചു കുട്ടികൾ വരെ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥാവിശേഷം നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അപ്പോ അതിനുള്ള ഒരു പ്രിവെൻഷൻ എന്നുള്ള നിലയിൽ ഇത് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്, 100% സേഫ് ആണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിച്ചാൽ മാത്രം മതി. ഉറപ്പായിട്ടും നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ കളം കാലിയാണ്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കളം കാലിയാണ്. എത്ര പേരാ ഇത് വാങ്ങിച്ചത്, എത്ര പേരാ ഉപയോഗിക്കുന്നത്? അതുകൊണ്ട് വളരെ സാധ്യത കൂടുതലുള്ള ഒരു പ്രോഗ്രാമും ഒരു പ്രൊഡക്റ്റുമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ സീരിയസ്നെസ് പലർക്കും ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത് മനസ്സിലാവുന്ന ആളുകൾ ഇത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കമ്പനി മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതൊക്കെ ഇവിടെ നൈന മേഡം പറഞ്ഞു തന്നു. നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ, ഓൺ പ്രൊഡക്റ്റ്, അല്ലെ, ഇതെല്ലാം സ്വന്തമാണ്. അതേപോലെ തന്നെ നയിക്കുന്ന MD ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ് ഇതിനെക്കുറിച്ച്. അപ്പൊ അതൊക്കെ നമ്മളെ കമ്പനിയെ കുറിച്ച് വളരെ പോസിറ്റീവാണ്. മറ്റ് കമ്പനികൾ മോശം എന്നൊന്നും ഞാൻ പറയുന്നത്, എല്ലാ കമ്പനിയും നല്ല തന്നെയാണ്. നമ്മുടെ കമ്പനി അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പറഞ്ഞ എക്സ്റ്റേണൽ ഉപയോഗത്തിലൂടെ ഇന്റേണൽ ഓർഗൻസിനെ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയാക്കി, അല്ലെ, ആ ഒരു ആന്റി ഏജിങ് സ്റ്റേജിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. യുവത്വം നമുക്ക് തുടിക്കുന്ന രീതിയിൽ, ചെറുപ്പക്കാരനാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല റിസൾട്ടുകൾ കിട്ടുന്നു. ഇവിടെ നൈന മേഡം തന്നെ സൂചിപ്പിച്ചു അവരുടെ അച്ഛന്റെ കാര്യം, അല്ലെ. ഇപ്പൊ ഗുളിക കംപ്ലീറ്റ് നിർത്താൻ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണ് നിർത്തിയത്, സ്വയം നിർത്തിയതല്ല. 15 ഗുളികയിൽ നിന്ന് 5 ഗുളികയാക്കി, 5 ഗുളികയിൽ നിന്ന് ഇപ്പൊ ഗുളികകളൊക്കെ കുറച്ച് കൊണ്ടുവന്നു, ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു എന്നാ കേട്ടത്, അല്ലെ. അപ്പൊ അത്രയും മിറാക്കിൾ റിസൾട്ട് കിട്ടുന്ന ഏത് പ്രൊഡക്റ്റ്, ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഇന്ന് ഇന്ത്യയിലുണ്ട്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇതിനെ വെല്ലാൻ പറ്റുന്ന ഒരു കമ്പനി ഇല്ല. ഐഷ് കൊറോണ യോദ്ധ അവാർഡ് കിട്ടി, അതുപോലെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടി, അല്ലെ. അതേപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് കരോർപതി മേക്കിംഗ് കമ്പനി എന്നുള്ള നിലയിൽ നമ്മുടെ അശോക സ്തംഭ അവാർഡ് കിട്ടിയ കമ്പനി. പിന്നെ എന്താ ഇതിന് പ്രശ്നം? ഇതിന് പ്രശ്നം ചില ലീഡർമാർക്കാണ് പ്രശ്നം. പണിയെടുക്കാതെ കാശ് കിട്ടില്ല മക്കളെ, അല്ലെ. നിങ്ങളുടെ വിയർപ്പ് തുള്ളികൾ ഒഴുക്കാതെ നിങ്ങൾക്ക് പണം കിട്ടില്ല. അത് പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് നിങ്ങളുടെ വിയർപ്പ് തുള്ളികളുടെ അളവിന്റെ തോതനുസരിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാരം ചുമക്കാനൊന്നും ഇല്ല കേട്ടോ. ഭാരം ചുമക്കാനൊന്നുമില്ല. പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇതിനെ ഡെമോ കാണിച്ചു കൊടുക്കുകയും ഇതിന്റെ നല്ലൊരു അവയർനെസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മെല്ലെ നമ്മുടെ ടീം ഡെവലപ്പ് ആവും. വന്ന ആളുകൾ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് കൂട്ടി നിർത്തി ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് നല്ല സെൽഫ് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. ഞാൻ പോയ വഴികളാണ് ഇതൊക്കെ പറയുന്നത്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റക്ക് തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടാണ് ഞാൻ ടീം ഉണ്ടാക്കിയത്. ടീം ഉണ്ടാക്കണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം, ഫീൽഡിലേക്ക് പോകണം. പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഫീൽഡിൽ പോവില്ല ആളുകൾ. ഒരു ടീം വർക്കിന് വിളിച്ചാൽ പോലും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ലീഡേഴ്സാണ് കൂടുതൽ കാണുന്നത്. ഇന്ന് എനിക്ക് സമയമില്ല, ഇന്ന് എനിക്ക് അവിടെ പോകണം, ഇന്ന് എനിക്ക് ഇവിടെ പോകണം, അല്ലെ. അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ടീമിന് സപ്പോർട്ട് കൊടുക്കാതിരുന്നാൽ ആ ടീം എന്താവും? സ്വാഭാവികമായിട്ടും അത് ഗ്രോ ചെയ്യില്ല, അല്ലെ. ഒരു ചെടി നട്ടു കഴിഞ്ഞാല് അതിന് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വളരുമോ? ഞാൻ 100 തെങ്ങ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 7ാമത്തെ വർഷം ആ പറമ്പിലേക്ക് പോയിട്ട് തേങ്ങ പറിക്കാൻ പോയതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? അടുത്ത പറമ്പുകാരൻ 100 തേങ്ങ വെച്ച് അതിന് കൃത്യമായിട്ട് വളം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അതിന് ശുശ്രൂഷിക്കുന്നു, ഇല്ലേ? അദ്ദേഹത്തിന് നല്ലോണം തേങ്ങ കിട്ടുന്നുണ്ട്, ഞാനും 100 തെങ്ങ് വെച്ചതാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് അസൂയ തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ പോയിട്ട് കുറെ തേങ്ങ മോഷ്ടിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ രീതിയിലേക്ക് നമ്മൾ മാറരുത് എന്റെ സുഹൃത്തുക്കളെ. ഞാനും 100 തെങ്ങ് വെച്ചിരുന്നു, അദ്ദേഹം 100 തെങ്ങ് വെച്ചിരുന്നു. അദ്ദേഹത്തിന് അതിനകത്ത് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട് ഇപ്പൊ, ഇല്ലേ? എന്റെ തെങ്ങ് മുഴുവൻ ഉണങ്ങിപ്പോയിരിക്കണം. എന്താ കാരണം? അതിന് വേണ്ടുന്ന വളം വെള്ളവും കൊടുക്കണം, ടീമിനെ വളർത്താൻ കൂടെ നിൽക്കണം, കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയണം. ഇതൊന്നും ഇറങ്ങാൻ തയ്യാറില്ല ആളുകൾ. അങ്ങനെയുള്ള ലീഡേഴ്സിന് അത്രേ വരുമാനം കിട്ടുള്ളൂ. വരുമാനം കിട്ടുന്ന ആളുകളോട് നിങ്ങൾ അസൂയ തോന്നിയിട്ട് കാര്യമില്ല. അപ്ലൈന് വരുമാനം കിട്ടുമ്പോൾ ഡൗൺലൈൻ അസൂയ, മനസ്സിലായ? കുശുമ്പ്, രോഗം വരും കേട്ടാ, അസുഖം വരും. പിന്നെ ഇതിനെ കൊണ്ടൊന്നും രക്ഷയുണ്ടാവില്ല. അത് മനസ്സിലായില്ലേ? നമ്മൾ പണിയെടുക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ക്രൈറ്റീരിയ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ മാത്രം നിന്നാൽ മതി. നിങ്ങള് ക്രൈറ്റീരിയ ബിൽഡ് ചെയ്ത് കൊടുക്ക്, ഇല്ലേ? 3 പേര് വന്നില്ല, ഒരാൾക്ക് ക്രൈറ്റീരിയ ബിൽഡ് ചെയ്ത് കൊടുക്കും 50 പേര് ആകുമ്പോൾ. അപ്പുറത്തും അതേപോലെ 6 പേര് ടീമായില്ലേ? ഈ 6 പേര് ഇതേപോലെ ക്രൈറ്റീരിയ ബിൽഡ് ചെയ്ത് എത്ര പേരായി? 18 പേരായോ? ഇങ്ങനെയാണ് ടീം ഗ്രോ ചെയ്യേണ്ടത്. അതിൻ്റെതായ സമയം എടുക്കും, വളരാൻ അതിൻ്റെതായ സമയം എടുക്കും. നിങ്ങൾ ധൃതി വെക്കരുത്. ഇത് നോട്ടടിക്കുന്ന മെഷീൻ അല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് വെച്ചതാ ദോശ ചൂടും പോലെ കല്ല് ചൂടാ ഇപ്പോൾ ചുട്ടെടുക്കണ പരിപാടിയല്ല. കുറച്ച് സാവധാനത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു ക്ഷമയുണ്ടാകണം, നമുക്ക് ക്ഷമയുണ്ടാകണം. നല്ലൊരു ടീം വന്നു കഴിഞ്ഞാൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. അവരിലേക്ക് നെഗറ്റീവ് പാസ് ചെയ്യണം. നമുക്ക് വരുമാനം കുറയുമ്പോൾ, എന്തുകൊണ്ടാ വരുമാനം കുറഞ്ഞാൽ മനസ്സിലായല്ലോ, പണിയെടുക്കൂല.
വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല, ടീം വിളിച്ചാൽ പോവില്ല, ടീമിന് സപ്പോർട്ട് കൊടുക്കൂല. ഇത് നെഗറ്റീവ് പാസ് ചെയ്യാണ് ചില ലീഡേഴ്സ്, എല്ലാവരും അല്ല കേട്ടോ, ചില ലീഡേഴ്സ് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ നെഗറ്റീവ് പാസ് ചെയ്തിട്ട് ആ കമ്പനി ശരിയാവില്ല, ഈ കമ്പനി ഇപ്പൊ പൂട്ടാൻ വേണ്ടി പോവാണ്. എത്ര കാലമായി ഈ കമ്പനി പൂട്ടാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇതിൽ എൻട്രി അടിച്ച അന്ന് മുതൽ എന്നോട് പറഞ്ഞ ഇത് 6 മാസത്തിൽ കൂടുതൽ ഓടൂല മാനേജ്, വെറുതെ ഇതിന്റെ പണിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട് സുഹൃത്തുക്കളെ. അവരെ കണ്ണിന്ന് ഇപ്പൊ ഇങ്ങനെ വെള്ളം വീണുകൊണ്ട് അവരിപ്പോഴും പഴയ പോലെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായ? എനിക്കറിയുന്ന അടുത്ത സുഹൃത്തുക്കള് എന്റെ ഈ അത്ഭുതം കണ്ടിട്ട് അവരൊക്കെ കണ്ണിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുക. മനസ്സിലായ? അന്ന് ഞാൻ തുടങ്ങിയപ്പോ ഇത് കൊടുക്കാൻ പറ്റൂല, ഇത്രയും വരുമാനം ഞങ്ങൾ കൊടുക്കുന്ന വെച്ച് ആദ്യമായിട്ടാണ് ഒരു ഫാമിലി ബോണസ് എന്ന സംവിധാനം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ചത് സാഗർ ജോഷി സാർ. 100 PV വെക്കുമ്പോൾ 5025 രൂപ ഒരു കമ്പനി ഇന്ന് വരെയും കൊടുത്തിട്ടില്ല. 100 PV വെച്ച് 1000 രൂപയിൽ കൂടുതൽ ഒരു കമ്പനിയും കൊടുക്കില്ല. അത് ഒരാഴ്ച കാത്തു കെട്ടി കിടക്കണം, വേഴാമ്പലിനെ പോലെ. ആദ്യത്തെ വരുമാനം കിട്ടണമെങ്കിൽ പല കമ്പനികളിലും 21 ദിവസം കാത്തു കെട്ടി കിടക്കണം, 21 ദിവസം നോമ്പെടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇവിടെ അന്ന് നെക്സ്റ്റ് ഡേ വരുമായിരുന്നു, അല്ലെ? ഓർമ്മയില്ല എല്ലാവർക്കും? രാത്രി 12 മണിക്ക് കട്ട് ഓഫ് കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് ഈ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ബെല്ലടിക്കും മൊബൈലിൽ, ഇഗ്ലിങ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ഫാസ്റ്റായിട്ട് വരുമാനം കൊടുത്തൊരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഈ വയട്ടോറിയുള്ളൂ സുഹൃത്തുക്കളെ. കുറ്റം പറഞ്ഞ് നടക്കുന്നവര് പലതും പറയും, അത് കേട്ടിട്ടൊന്നും ആരും വിഷമിക്കണ്ട കേട്ടാ. കമ്പനി സ്ട്രോങ് ആണ്. പിന്നെ ഗവൺമെന്റ് റെഗുലേഷൻ വന്നുകൊണ്ടാണ് നമ്മൾ 3 ദിവസം പേയ്മെന്റ് ആക്കിയത്. കമ്പനിക്ക് ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണ്. അതിനെതിരെ കമ്പനി കോടതിയിൽ പോയിട്ടുണ്ട്, ഡെയിലി പേയ്മെന്റ് കൊടുക്കണം എന്നും പറഞ്ഞു. ഇപ്പൊ കുറെ ഇൻകം ടാക്സിന്റെ അതും ഇതൊക്കെ ഭയങ്കര വിഷമാണ്, ഇത് വെരിഫിക്കേഷൻ ഒക്കെ വന്നിട്ട്. അതുകൊണ്ടാണ് 3 ദിവസം. കമ്പനിക്ക് ഒരു കുഴപ്പമില്ല, കമ്പനിയുടെ കയ്യിൽ പൈസ ഇല്ലേ? ആർക്കെങ്കിലും പൈസ കിട്ടാറുണ്ടോ? സലീംക്കൊക്കെ ഇന്നലെ കാശ് വന്നില്ലേ? സലീംക്ക ഇല്ലേ? വന്നു. സലീംക്ക് ബിസിനസ് വെച്ചു, ഇന്ന് പൈസ വന്നു. ഒരാൾക്കും 1 രൂപ കൊടുക്കാനില്ല. എന്നിട്ട് ഈ കമ്പനി പൂട്ടാൻ പോവാണ്. ഈ കമ്പനി പൂട്ടുന്ന എന്നോട് പറഞ്ഞു 6 മാസത്തിൽ കൂടുതൽ ഓടൂല എന്ന് പറഞ്ഞ. ഇപ്പൊ 6 വർഷമായി. ഇനി 60 അല്ല, ഇത് 600 വർഷവും ഓടും എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഒരു സംശയവും വേണ്ട. ഈ കമ്പനി വിട്ടുപോകുന്ന കുറെ ആളുകളുണ്ട്, പോയിക്കോട്ടെ, പോയ ആളുകളുണ്ടല്ലോ, അല്ലേ? അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, ആരും ഞാൻ കുറ്റം പറയില്ല കേട്ടാ. ഒരാളും ഞാൻ കുറ്റം പറയാൻ തയ്യാറില്ല, അവരുടെ ഇഷ്ടം. എല്ലാവർക്കും അധികാരമുണ്ട്, അല്ലെ? എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാന്നുള്ളത്. ആർക്ക് വേണമെങ്കിലും പോകാം. പോകുമ്പോൾ എന്ത് ചെയ്യണം? അവൻ പോവുക. ഈ മറ്റുള്ളവരെ വിളിച്ചിട്ട് ഇല്ലാത്ത നെഗറ്റീവ് പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. ഇല്ലാത്ത നെഗറ്റീവ് പ്രചരിപ്പിച്ചാൽ കമ്പനി കേസ് കൊടുക്കും. ഇപ്പൊ ഒരു ലീഡർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ദിവസവും കമ്പനി. മനസ്സിലായ? പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. കമ്പനി കേസ് കൊടുത്തിട്ടുണ്ട്. കമ്പനിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഈ കമ്പനി അതാണ്, ഈ കമ്പനി ഇതാണ്. ആവശ്യമില്ലാത്ത നെഗറ്റീവ് പാസ് ചെയ്യാം. എന്നിട്ട് കമ്പനിയിൽ നിന്ന് ആളുകളെ എന്ത് ചെയ്യുക? മറ്റ് കമ്പനിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. ഇവരൊക്കെ നേരത്തെ ചെയ്ത കമ്പനി അത് മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന ആളുകളാണ്. അത് ശരിയല്ല, അതിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല, അതിൽ വരുമാനം കുറവാണ്, അതിനെ പറയാത്ത കുറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കമ്പനി ചെയ്യാനും പോയിട്ടില്ല കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കമ്പനിയിലേക്ക് വന്നു. ഇപ്പൊ പറയണ അതാ നല്ലത്. ആലോചിച്ച് നോക്കണം, എനിക്ക് ചിരിയാ വരുന്നത്. അതാണ് നല്ലതെങ്കിൽ അവിടെ തന്നെ നിന്നാ പോരെയായിരുന്നോ? അവിടെ തന്നെ നിന്നാ പോരെയായിരുന്നോ? വേറെ അതിന്റെ പുറകെ ഓടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതാണ് നല്ലതെങ്കിൽ ആലോചിച്ച് നോക്കണം. ഇത്രയും വരുമാനം കൊടുക്കുന്ന 5025 6820 രൂപ കൊടുക്കുന്ന കമ്പനി ഏത് കമ്പനിയുണ്ട്? എല്ലാ കമ്പനിയും വരുമാനം അതേപോലെ 10 വർഷമായിട്ട് 1 രൂപ പോലും കൂട്ടിക്കൊടുക്കാതെ അതേ പ്ലാനും കൊണ്ട് നടക്കുന്ന കമ്പനിയാണ് പലതും. മനസ്സിലായ? നമ്മുടെ കമ്പനി കാലോചിതമായിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ വരുമാനങ്ങൾ, ഒരു ബൂസ്റ്റർ, ഒരാളെ എൻട്രി ചെയ്ത കാശാണെന്ന്. ഇവിടെ മാച്ചിങ് ഒന്നും വേണ്ട, അല്ലേ സലീംക്ക? ഒരാൾക്ക് പോയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ പിറ്റേ ദിവസം നമ്മുടെ കയ്യിലേക്ക് കാശ് കിട്ടും. ഒരു മാച്ചിങ്ങും ഇല്ലാതെ വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഈ ബയോട്ടോറിയം മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. എന്നിട്ടാ പറഞ്ഞു ഈ കമ്പനി കൊള്ളൂല. എന്താ കൊള്ളൂല പറയാൻ കാരണം? അവരെ പണിയെടുക്കാൻ തയ്യാറില്ല. അപ്പൊ വരുമാനം കുറയും, മറ്റുള്ളവർക്ക് വരുമാനമുണ്ട്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നെഗറ്റീവ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. ഈ കമ്പനി അങ്ങ് തറുത്ത് കളയാന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് ഇവിടെ പോകൂല, ആ വെള്ളം കൊണ്ട് മാറ്റി വെച്ചാൽ മതി. എത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് അതിശക്തമായിട്ട് മുന്നോട്ട് പോകും, ഒരു സംശയം വേണ്ട. എല്ലാ മാസവും കമ്പനിയുടെ കോർ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട് ഓഫീസിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ട് വേവലാതിപ്പെടുത്തുമ്പോൾ മനുഷ്യ മനസ്സല്ലേ, അല്ലെ? ഇതൊക്കെ പൂട്ടാൻ വേണ്ടി പോവാണ്, ഓഫീസൊക്കെ പൂട്ടി. സുഹൃത്തുക്കളെ, 3 ഓഫീസ് ഉണ്ട് കമ്പനിക്ക്. ഞങ്ങൾ കോർ ലീഡേഴ്സ് പറഞ്ഞു, സാറേ ഇത്രയും ഓഫീസിന്റെ ആവശ്യമില്ല, ഈ ഓഫീസിൽ പോകാൻ നമുക്കൊന്നും സമയമില്ല, നമുക്ക് ഫീൽഡിൽ പോകണം, എന്തിനാ ഇത്രയും കുറെ ഓഫീസുകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് സാഗർ സാറ് ദാദറിലത്തെ ഓഫീസ് നടത്തി. വെറുതെ അതിനെന്തിനാ വാടക കൊടുക്കണം, അല്ലെ? മിറാ റോഡ് ഓഫീസ് ഉണ്ട്, ബോംബെ ഓഫീസ് ഉണ്ട്.
മിറ റോഡ് ഓഫീസിൽ ഓൾറെഡി വാഹന സൗകര്യം കുറവ്. അവിടെ വന്ന ആൾക്കറിയാം പാർക്കിംഗ് സൗകര്യം തീരെ കുറവാണ്. അവിടെ ലോഡ് ചെയ്യുന്നത് രാത്രിയാണ്. നമ്മളെ പ്രൊഡക്റ്റ് ലോഡ് ചെയ്ത് പോകുന്നത് രാത്രിയാണ്. പകല് ലോഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. അതുകൊണ്ട് അവിടുന്ന് നല്ല സൗകര്യം കിട്ടിയ ഒരു സ്ഥലത്തേക്ക് മാറി. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. കാരണം ഓഫീസ് പൂട്ടിപ്പോയി കേട്ടാ. ഇങ്ങനെയാ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഓഫീസൊക്കെ പൂട്ടി, എല്ലാം പൂട്ടി. ഇതിപ്പോ പൂട്ടും. അതുകൊണ്ട് ഇത് നിൽക്കണ്ട കേട്ടോ, വേഗം അടുത്ത വള്ളത്തിലേക്ക് കയറിക്കോന്നാ പറയണത്. വള്ളത്തിലാണെങ്കിൽ ദ്വാരമാണ്, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന വള്ളത്തിലേക്കാണ് കയറാൻ പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഞാൻ അവിടെ പോയി കണ്ടതല്ലേ. എന്നിട്ട് അവരുടെ മുറി ഒരു ചെറിയ മുറി എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസാണ് സുഹൃത്തുക്കൾ. 6 നില ബിൽഡിംഗ്, പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ കൊണ്ടുപോകാത്ത ആളുകളെ. പണി ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. അടിപൊളി നേരത്തെ ഓഫീസിന്റെ 10 മടങ്ങ് സ്ട്രോങ് ആയ ഓഫീസാണ് വന്നിരിക്കുന്നത്. നമുക്ക് അത്രയും മതി ഓഫീസ്. എന്തിനാ ഈ ലോകം മുഴുവൻ ഓഫീസ്? നമുക്ക് കേരളത്തിലേക്ക് ഒരു ഓഫീസ് വന്നിട്ടുണ്ട് അല്ലെ. അത്യാവശ്യം നിങ്ങൾക്ക് വന്നിരിക്കാൻ, ചില കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം കമ്പനി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പ്രോബ്ലം ചില ലീഡേഴ്സിനാണ്. അത് കാശ് കൂടുതൽ കിട്ടിയവർക്കാണ് പ്രോബ്ലം. അവിടെയാണ് എനിക്ക് സങ്കടം. വരുമാനം കിട്ടാത്തവർക്ക് ഒരു പ്രശ്നമില്ല. അവരിപ്പോഴും ഈ ഫീൽഡിൽ നെഞ്ചിലേറ്റി നടക്കുന്നുണ്ട്. 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും 25 ലക്ഷം കിട്ടിയ ആളുകൾക്കാണ് പ്രശ്നം ഇവിടെ. അവരാണ് പറയുന്നത് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അവിടെ പോവാന്ന്. ഇത് കുറെ ആളുകളെയും കൊണ്ട് ഇവിടുന്ന് അങ്ങ് വലിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് വേഗം അവിടെ ഇരുന്നിട്ടും കാശ് മേടിക്കുക എന്നാണ് വിചാരിക്കുന്നത്. വെറും വ്യാമോഹമാണ്. ഒരു സംശയം വേണ്ട. ഒരാളെ പോലും കിട്ടാനും പോണില്ല. കേട്ടില്ലേ, തുറന്നു പറയാണ്, ഒരാളെ പോലും കിട്ടാൻ പോണില്ല. വിളിക്കുന്നുണ്ട് പലരും പലതും പറഞ്ഞിട്ട്. അവര് വരുന്നുണ്ട്, ഇവര് വരുന്നുണ്ട് എന്നാ പറയണത്. ഒരാളും പോണില്ല. അട്ടമടലും കൊണ്ടുപോകുന്നൊക്കെയാണ് പറയണത്. എവിടെ പോകാനാ സുഹൃത്തുക്കളെ? വയട്ടോറിയം അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ പുതിയൊരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം കൂടെ വരാൻ വേണ്ടി പോവാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ഹ്യൂജ് ഇൻകത്തിലേക്ക് ഏതൊരു സാധാരണക്കാരനും അവന്റെ പർച്ചേസിലൂടെ വയട്ടോറിയം ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ പർച്ചേസ്, വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രോസറി മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം മുതൽ ഡ്രസ് ഐറ്റംസ് മുതൽ നമ്മൾ എന്ത് 1 രൂപ കറണ്ട് ചാർജ് അടക്കുന്നത് മുതൽ 1 രൂപ നിങ്ങൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായ സബ്കാ ഖർച്ച ഹമാര ഇൻകമേ. ഇതാണ് സബ്കാ ഖർച്ച. മറ്റുള്ളവരുടെ ചെലവ് നമ്മുടെ വരുമാനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതാണ് മനസ്സിലായ. സബ്കാ ഖർച്ച പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചെലവിനെ നമുക്ക് വരുമാനമാക്കി മാറ്റാൻ സാധിക്കും. അത് ആജീവനാന്തം പർച്ചേസ് വേണം അല്ലെ. മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ അല്ലെ, ഒരു കുട്ടി ജനിച്ച അന്ന് മുതൽ എന്ത് വേണം? കുട്ടിക്ക് ആദ്യം ഡ്രസ്സ് മേടിച്ച് നമ്മൾ കൊണ്ടു കൊടുക്കും. അന്ന് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഇല്ലേ, അവസാനം പെട്ടിയിൽ അടക്കുന്ന വഴി ഒരു ഡ്രസ്സ് വേണം, വേണ്ടേ? പർച്ചേസ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. അതിലൂടെ ഹ്യൂജ് ഇൻകം നമുക്ക് നേടാൻ വേണ്ടി പോകുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം കൂടി ഉടനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ നിങ്ങൾ ബയോട്ടോറി ഉൽപ്പന്നങ്ങളെ വിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വാങ്ങുന്ന ഗ്രോസറിയും പച്ചക്കറിയും അല്ലെ, അതുപോലെ തന്നെ ഡ്രസ് മെറ്റീരിയൽസും എല്ലാം തന്നെ വാങ്ങുന്നതിനനുസരിച്ച് ഇതിലൂടെ വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി ലോഞ്ച് ചെയ്യും. ഒരു സംശയവും വേണ്ട. ബയോട്ടോറിയം നമ്പർ 1 കമ്പനിയായിട്ട് ഇവിടെ നിലനിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഒരാശങ്കയും ആർക്കും ആവശ്യമില്ല എന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത്. വിളിക്കുന്ന ആളുകളെല്ലാം വിളി കേൾക്കുക, അപ്പുറത്തേങ്ങോട്ട് വിട്ടേക്ക് കേട്ടാ. വേറെ ഒന്നും വേണ്ട. ഈ ചാടിക്കളിക്കുന്ന മങ്കി സിംഡ്രം ബാധിച്ച് കളിക്കുന്ന ലീഡേഴ്സ് ഒന്നും രക്ഷപ്പെട്ട ചരിത്രമില്ല സുഹൃത്തുക്കളെ. സ്റ്റിക്ക് ഓൺ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കണം. ഏത് നെറ്റ്വർക്ക് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തവർക്ക് മാത്രമേ വിജയിക്കൂ. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങളെ വിളിക്കുന്ന സുഹൃത്തുക്കളുടെ കഥ എടുത്ത് നോക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചിട്ട് എന്താ കിട്ടിയിട്ടുള്ളത്? ഒന്നും കിട്ടാൻ വേണ്ടി പോകണില്ല. പിന്നെ അവിടുന്ന് വേറെ കമ്പനിയിലേക്ക് ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അതിനാരും ശ്രമിക്കരുത്. നിങ്ങൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ ബയോട്ടോറിയത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താ എനിക്ക് കൊടുക്കണ്ട. ഞാൻ ബയോട്ടോറിയല്ല. നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയതാ. ഇപ്പൊ ഷിൽജ മാഡം പറഞ്ഞു റിസൾട്ട്, നൈന മാഡം പറഞ്ഞു റിസൾട്ട്. ഇവിടെ റിസൾട്ട് പറയാൻ തുടങ്ങി കുറ്റി നമുക്ക് മുതൽ ഇങ്ങോട്ട് ഓരോ ആൾക്കും റിസൾട്ട് പറയാനുണ്ടാവും അല്ലെ. ഇത്രയും റിസൾട്ട് കിട്ടിയ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? ഇവിടെ വരുമാനത്തിന് എന്താ കുറവ്? എവിടെയാ വരുമാനം കുറച്ചിരിക്കുന്നത്? ഒരു കമ്പനി 1 രൂപ കുറച്ചിട്ടുണ്ടോ കൂട്ടി തന്നല്ലാതെ? റീപർച്ചേസ് ഇല്ല വരും. റീപർച്ചേസ് വരും. റീപർച്ചേസിനെ വെല്ലുന്ന പ്ലാനാണ് സുഹൃത്തുക്കളെ ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഒരു കുടക്കീഴിൽ നിൽക്കുക. നിങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞാനും നമ്മുടെ ടീമും ഒരുമിച്ച് ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഉറുമ്പിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഉറുമ്പുകൾ എങ്ങനെയാ സഞ്ചരിക്കുക? ഉറുമ്പുകൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാറുണ്ടോ? കൂട്ടമായിട്ടാ പോവാ. കൂട്ടമായിട്ടാണ് ഉറുമ്പുകൾ സഞ്ചരിക്കുന്നത്. ചെറിയ ജീവികളാണത് അല്ലെ.
അവരുടെ ഐക്യത്തോട് കൂടിയിട്ട് ആ ഉറുമ്പുകൾ സഞ്ചരിക്കുന്ന പോലെ കൂട്ടം കൂട്ടമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ വേട്ടോ.